അസ്സലാമു അലൈക്കും. ശരീരത്തിലുണ്ടാകുന്ന നീരിനെയും നീർക്കെട്ട് മൂലമുണ്ടാകുന്ന വേദനകൾക്കും അല്പമെങ്കിലും ആശ്വാസം തരുന്ന കരിഞ്ജീരക ചായയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇത് ഗൃഹവൈദ്യത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. കരിഞ്ജീരക ചായയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കരിഞ്ജീരകം, ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക്. ഇത് രണ്ടും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 100 ഗ്രാം കരിഞ്ജീരകം, നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം 25 ഗ്രാം, കറുകപ്പട്ട 25 ഗ്രാം, ഏലക്ക 25 ഗ്രാം, ചുക്ക് 25 ഗ്രാം. എല്ലാം കൂടെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക്. 100 ഗ്രാം കരിഞ്ജീരകമാണെങ്കിൽ ബാക്കി വരുന്നതെല്ലാം 25 ഗ്രാം വീതം. ചൂടായ ഒരു ചട്ടിയിലേക്ക് നേരത്തെ കാണിച്ച കരിഞ്ജീരകം, ചെറിയ ജീരകം അങ്ങനെയുള്ളതുണ്ടല്ലോ, ഇതെല്ലാതും കൂടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വറുത്താൽ മതി കേട്ടോ. തീ അല്പം പോലും കൂടി പോകരുത്, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. കരിഞ്ജീരകത്തിന്റെ ഗുണത്തിനെ പറ്റിയും ദോഷത്തിനെ പറ്റിയും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ കഴിയുന്നതാണ്. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ചുക്കിനെ നന്നായി ഒന്ന് ചതച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മിക്സിക്ക് വല്ലാതെ കേടുപാട് സംഭവിക്കാതിരിക്കും. ഇത് ഒരു ദിവസത്തിലേക്കുള്ള പൊടിയല്ല, ഒരുപാട് ദിവസത്തിലേക്കുള്ള പൊടിയാണ്. അപ്പോൾ ഇതിനെ അത്രത്തോളം സൂക്ഷിച്ചു വെക്കേണ്ടതും നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ തന്നെ മിക്സിയുടെ ജാറിൽ ഒരു ചൂടുണ്ടാവും. ആ ചൂട് പരിപൂർണമായി മാറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ആവശ്യാനുസരണം ഒരു ഗ്ലാസ്സിലേക്ക് 1/4 ടീസ്പൂൺ പൊടി എന്ന തോതിലിട്ടിട്ട് തിളപ്പിച്ച് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. ഈ പൊടി വെള്ളത്തിലിട്ടിട്ട് 2 മിനിറ്റെങ്കിലും തിളക്കണം കേട്ടോ. ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു ഡോക്ടറല്ല. കരിഞ്ജീരകം സർവ്വരോഗ സംഹാരിയാണെന്ന് കേട്ടറിവുകൾ എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനുണ്ടാക്കി എനിക്കത് വിജയമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി കഴിക്കുന്നതും ബുദ്ധിയല്ല, എങ്കിലും നീര് വന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഇത് ശരീരത്തിന് നല്ല ആശ്വാസം തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.